പുലർച്ചയ്ക്ക് വിവരം കിട്ടിയത് മുതൽ നിലമ്പൂർ മേഖലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. 50ഓളം ശരീരങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ നിമിഷം വരെ 50ഓളം ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ പോലും അതിൽ 30ഓളം തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള 30ഓളം ശരീരങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ബാക്കിയെല്ലാം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിൽ അപകടം നേരിട്ട് അതിൽ രക്ഷാപ്രവർത്തനവും സന്നദ്ധ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് ഇതാദ്യമായിട്ടാണ്. വയനാടാണ് ഈ അപകടം സംഭവിച്ചത് എങ്കിൽ പോലും അതിൻ്റെ എല്ലാ ഭീകരാവസ്ഥയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ നിലമ്പൂരിലെ ഓരോ ആളുകളും ഇന്ന് ഈ ഹോസ്പിറ്റൽ പരിസരത്ത് നിൽക്കുന്നത്. ഇപ്പോഴും തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എത്ര സമയമെടുത്താലും ഈ സജീവ പ്രവർത്തനത്തിൽ ഏത് സമയം വരെ ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. ഇന്നേ വരെ അഭിമുഖീകരിക്കാത്ത വലിയൊരു ദുരന്തത്തെയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂരും ഇതേപോലെ ദുരന്തത്തെ അഭിമുഖീകരിച്ചവരാണ്. അന്ന് അതിനെ നേരിട്ടതുപോലെ കേരളം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദുരന്തത്തെയും നേരിടും.